Hi, good evening all of you. നമുക്ക് JEE JEEnius program 29th day ആണ്. നമ്മുടെ 50-day പ്രോഗ്രാമിൽ today നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ തീർച്ചയായും as you have seen the board coordination compounds ആണ്. അപ്പോൾ coordination compoundsഉം അതുപോലെ തന്നെ നമുക്കറിയാം D and F block elements. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി ഓൾമോസ്റ്റ് നമുക്കൊരു 2 to 3 problems we can expect normally in each and every phase. Okay, അപ്പോൾ ഇതിൽ നമുക്കറിയാം തിയറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് തിയറി പരമായി ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇനിഷ്യലി നമുക്കുള്ളത് കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ്. ലൈക്ക് ലിഗൻസ് എന്താണ്, പിന്നെ അവരുടെ നോമൻക്ലേച്ചർ എന്താണ്, റൈറ്റ്, ദെൻ വാട്ട് ഈസ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി, അതുപോലെ പിന്നെ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണ്. അതുപോലെ ഇൻ ബിറ്റ്വീൻ വി ഹാവ് ഐസോമറിസം ആൻഡ് ഫൈനലി വി ഹാവ് MO തിയറി, ലൈക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മളുടെ ചാപ്റ്ററും അതുപോലെ തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻ തിയറിയും പറഞ്ഞ് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. 1 minute. Okay. So let's start with first question. Of the following, which ligand does not possess the name suggested by IUPAC when it acts as a ligand in complex? നമുക്കറിയാം നമ്മൾ എല്ലാ ലിഗൻസിനും എന്ത് ചെയ്തിട്ടുണ്ട്, IUPAC സിസ്റ്റം പ്രകാരം ഒരു നോമൻക്ലേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ആരെയാണ്, H2O. അപ്പോൾ H2ൻ്റെ പേര് തീർച്ചയായും എന്ത് തന്നെയാണ്, അക്വ എന്ന് തന്നെയാണ് അല്ലേ. അതുപോലെ നമ്മൾ അമോണിയ നോക്കുകയാണ്, അമോണിയ NH3. സോ തീർച്ചയായും നമുക്കറിയാം അമോണിയ എന്നുള്ളതിൻ്റെ പേര് NH3 എന്ന് പറയുന്ന ലിഗൻ്റെ പേര് ഒരിക്കലും എന്തല്ല, അമോണിയ എന്നല്ല, പകരം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. സോ വാട്ട് വി നീഡ് ടു റൈറ്റ്, ഇറ്റ്സ് അമീൻ അല്ലേ. അപ്പോൾ അമോണിയ ഒരു ന്യൂട്രൽ ലിഗൻ്റാണ്, അയാളുടെ പേര് വാട്ട് വി നീഡ് ടു റൈറ്റ്, ഇറ്റ്സ് നോട്ട് അമോണിയ. തീർച്ചയായും നമ്മൾ എഴുതേണ്ടത് എന്താണ്, യെസ് അമീൻ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് പേരെഴുതി, അമീൻ. അമോണിയ ഇറ്റ്സ് റോങ്, തീർച്ചയായും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് തന്നെയാണ്, സെക്കൻഡ് തന്നെയാണ്. ബട്ട് ലെറ്റ്സ് തിങ്ക് അബൌട്ട് അതർ നെയിംസ്. അടുത്ത് നമുക്കറിയാം നമുക്കുള്ളത് ആരാണ്, സിയോനെ നമ്മൾ പറയുന്നത് കാർബണൈലം തന്നെയാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് എഫ് മൈനസ് ഡെഫിനറ്റ്ലി. സോ എഫ് മൈനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫ്ലൂറോ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നത് ഫ്ലൂറിഡോ. രണ്ട് നെയിമും നമുക്ക് പറയാം, ഫ്ലൂറോ എന്നും പറയാം, ഫ്ലൂറിഡോ എന്നും പറയാം. Okay, but according to latest IUPAC system, we know that instead of fluoro, we call him as fluorido. Okay, chloro ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറിഡോ. അപ്പോൾ ഇത് ലിഗൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം എന്താണ് ഒരു ലിഗൻഡായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള റിക്വയർമെൻറ്റ്സ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. They should possess at least 1 lone pair of electron അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിഗൻസിനെ പലതരത്തിലും ക്ലാസിഫൈ ചെയ്യാമെന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയൊക്കെയാണ്, we can classify them as a monodentate. So we have a monodentate. Similarly, you can see that we have a bidentate, and next we have a polydentate. അപ്പോൾ ഇതിന് ഓരോ എക്സാമ്പിൾസും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന എല്ലാവരും, ഇപ്പം നമ്മൾ പറയുന്ന H2 ആണെങ്കിലും അല്ലെങ്കിൽ അമോണിയ ആണെങ്കിലും കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓൾസോ ഫ്ലൂറിഡോ, ഇവരൊക്കെ എന്ത് തന്നെയാണ്, ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഒരൊറ്റ ലോൺ പെയർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുക, മോണോഡെൻറ്റേറ്റ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാമ്പിൾ ഒന്നും പറയേണ്ട കാര്യമില്ല, അവർ തന്നെയാണ്. എന്നാൽ വെനെവർ വി ആർ ടോക്കിംഗ് അബൌട്ട് ബൈഡെൻറ്റേറ്റ് അല്ലേ. അപ്പോൾ ബൈഡെൻറ്റേറ്റിന് 2-3 എക്സാമ്പിൾസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ബൈഡെൻറ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കക്ഷി ആരാന്ന് ചോദിച്ചാൽ എഥിലീൻ ഡയമീൻ. എഥിലീൻ ഡയമീൻ ഇറ്റ്സ് എ ഈ ബൈഡെൻറ്റേറ്റ് നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. അതായത് ഒന്ന് സിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ് എന്നും രണ്ടാമത് എന്താണ്, അൺസിമെട്രിക്കൽ ബൈഡെൻറ്റേറ്റ്. അപ്പോൾ ബൈഡെൻറ്റേറ്റിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഫേമസ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഏറ്റവും ആദ്യം എഥിലീൻ ഡയമീൻ ഈസ് ദെയർ. പിന്നെ നമുക്കറിയാം ഓക്സലേറ്റോ. ഓക്സലേറ്റോ നോർമലി നമ്മൾ എഴുതുന്നത് OX2- ഓക്സലേറ്റോ അല്ലേ. അപ്പം അതുപോലെ തന്നെ ഓക്സലേറ്റോയും എഥിലീൻ ഡയമീനോട് ചേർന്ന ഒരാളുണ്ട്, ഗ്ലൈസിനേറ്റോ. സോ വാട്ട് വി സെറ്റ് ദെയർ, ഇറ്റ്സ് GLY, ഗ്ലൈസിനേറ്റോ. അതുപോലെ തന്നെ നമുക്കറിയാം DMG, ഡൈമീഥൈൽ ഗ്ലയോക്സിൻ. സോ ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഓൾ ദീസ് തിങ്സ് ആർ എക്സാമ്പിൾ ഫോർ ബൈഡെൻറ്റേറ്റ് ലിഗൻസ്. ശരിയാണ്. എന്നാൽ പോളിഡെൻറ്റേറ്റിന് വി ക്യാൻ സേ ലൈക്ക് വാട്ട് വി ഹാവ്, ഏതാണ് നമ്മൾ EDTA നമ്മൾ പറയാറുണ്ട്
അല്ലെ, EDTA പറയാറുണ്ട്, ഡയത്തിലീൻ ട്രൈമീൻ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് എന്തിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം? പോളിഡെൻഡേൻ. പിന്നെ നമുക്കറിയാം ഇത് കൂടാതെ അവരെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിക്കാമെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ചാർജ് ഓൾസോ വി ക്യാൻ ക്ലാസിഫൈ അല്ലെ. എങ്ങനെയായിരുന്നു ബേസ്ഡ് ഓൺ ചാർജ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? തീർച്ചയായിട്ടും നമുക്കറിയാം കാറ്റയോണിക് ലിഗൻഡ് അല്ലെ, നമ്മൾ പറഞ്ഞത് കാറ്റയോണിക് ലിഗൻഡ്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ ആനയോണിക് ലിഗൻഡ് ആൻഡ് ഓൾസോ വി ഹാവ് എ ന്യൂട്രൽ ലിഗൻഡ്. അപ്പോൾ തീർച്ചയായും നമ്മളിപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്വ നമ്മൾ നോക്കിയാൽ, അമീൻ നമ്മൾ നോക്കിയാൽ, കാർബണൈൽ നമ്മൾ നോക്കിയാൽ, ഈ ഓൾ ദീസ് കേസസ് യു ക്യാൻ സീ ദാറ്റ് ദേ ആർ ബിലോങ്സ് ടു ന്യൂട്രൽ ലിഗൻസ്. എന്നാൽ കാറ്റയോണിക് ആയിട്ടുള്ള ലിഗൻസ് അത് വളരെ റെയർ ആണ്. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലേക്ക് നമ്മൾ പറയേണ്ടത് NO+ നൈട്രസോണിയം ഇറ്റ്സ് എ ലിഗൻഡ്. അതൊരു പോസിറ്റീവ് ലിഗൻഡ് ആണ്. അതുപോലെ തന്നെ വി ഹാവ് അനദർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് കോൾഡ് ഹൈഡ്രസീനിയം കാറ്റയോൺ NH2 സിംഗിൾ ബോൺ NH3+. അതാരാണ്? ഹൈഡ്രസീനിയം കാറ്റയോൺ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ലിഗൻഡുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കഥകളാണ്. അപ്പൊ എനിവേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? NH3. അയാളുടെ പേര് നമ്മൾ എന്തായിരുന്നു വിളിക്കേണ്ടിരുന്നത്? അമീൻ എന്നാണ് വിളിക്കേണ്ടിരുന്നത്. ബട്ട് ദേ ഹാഡ് ഗിവൻ ആസ് അമോണിയ. സോ ഓഫ് കോഴ്സ് നമ്മൾ ആൻസർ ഇത് തന്നെ 2. ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കട്ടെ, എല്ലാവരും നോക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ വാട്ട് ഈസ് ദ ആൻസർ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അക്വ, ബ്രോമോ, ബിസ്, എഥിലീൻ, ഡയമീൻ, ക്രോമിയം 3-chloride. അപ്പം നിങ്ങൾ തന്നെ ആൻസർ സജസ്റ്റ് ചെയ്യുക. വാട്ട് ഈസ് യുവർ ആൻസർ ഫോർ ദിസ്? അപ്പം ഞാൻ ഏറ്റവും ആദ്യം ഓരോരോ ആൾക്കാരെ ഞാൻ ഫ്രെയിം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? അക്വ. സോ ഞാൻ അയാളുടെ പേരെഴുതി. അക്വ തീർച്ചയായും ആരാണ്? H2O അല്ലേ. പിന്നെ നമുക്കുള്ളത് ആരാണ്? ബ്രോമോ. സോ ബ്രോമോ ഓൾസോ ദെയർ. സോ ഐ ക്യാൻ സേ ദാറ്റ് H2O ഈസ് ദെയർ. യെസ്, യു ക്യാൻ സജസ്റ്റ് യുവർ ആൻസർ. പിന്നെ ആരാണ് നമുക്കുള്ളത്? ബ്രോമിൻ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്തിലീൻ ഡയമീൻ. ശരിക്കും നമുക്ക് പുതിയ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അയാളെ എത്തിലീൻ ഡയമീൻ എന്നല്ല വിളിക്കുന്നത്. ഡെഫിനറ്റ്ലി വാട്ട് വി കോൾ ഫോർ ദാറ്റ് ഈഥൈൻ 1,2 ഡയമീൻ അല്ലേ. അതല്ലേ നമ്മൾ വിളിച്ച പേര്. അപ്പൊ എനിവേ നമ്മൾ അയാളെയും അവിടെ എഴുതി EN അല്ലേ. അത് ഇവിടെ ബിസ് എന്നല്ലേ പറയുന്നത്. ബിസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്കറിയാമല്ലോ 2 എണ്ണം എന്നല്ലേ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ EN എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ലെറ്റ് us say ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ട്. മക്കളെ, നമ്മളെ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ നമ്മൾ ആരെ നോക്കൂ? ഇവിടെ EN എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആൻഡ് ഹിയർ ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ഇവിടെയും EN മാത്രമല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ ഈ 2 കേസിലും നമുക്ക് എന്താ ഒരൊറ്റ EN ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ആൻസർ അല്ല. ഓഫ് കോഴ്സ് യു ആർ സേയിങ് ഓപ്ഷൻ 4. ലെറ്റ് us തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ആരെ കട്ട് ചെയ്യാം? 1 കട്ട് ചെയ്യാം. സിമിലർലി വിൽ ക്യാൻസൽ 2. അപ്പൊ എലിമിനേഷൻ റൗണ്ട് 1 ആരെല്ലാം പുറത്തായത്? 2 ആൾക്കാർ പുറത്തായി. ഇനി നമുക്ക് 2 ആൾക്കാരല്ലേ ഉള്ളൂ. ഈ 2 ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ അവർ 2 ഏകദേശം ഒരേപോലെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ആകെ വ്യത്യാസം നിങ്ങൾ നോക്കൂ. ഇവിടെ ബ്രോമിൻ ഉണ്ട്, സിമിലർലി വാട്ടർ ഉണ്ട്, സിമിലർലി എഥിലീൻ ഡയമീൻ ഈസ് ദെയർ. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്തിലാണ്? പുറത്ത് നമുക്ക് 2 ക്ലോറിൻ, പുറത്ത് നമുക്ക് 3 ക്ലോറിൻ. ഇതല്ലേ അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ ആൻഡ് ഇൻ ദിസ് കേസ് വി ഹാവ് 3 ക്ലോറിൻ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ഉപയോഗിക്കാം. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവരുടെയും കൂടെ ചാർജ് കൂട്ടി നോക്കാം. ചാർജ് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 0 വരണമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ലെറ്റ് us തിങ്ക് അബൌട്ട് ഇയാളെ കുറിച്ചിട്ട്. അപ്പൊ ക്രോമിയത്തിന്റെ ചാർജ് ലെറ്റ്സ് സേ +3. അത് ആരാണ്? ക്രോമിയം. പിന്നെ നമുക്കുള്ളത് ബ്രോമിൻ. സോ വാട്ട് ഈസ് ബ്രോമിൻ? -1. വാട്ടർ, വാട്ടർ ഈസ് 0, റൈറ്റ്. നെക്സ്റ്റ് വാട്ട് കംസ് ദെയർ? എഥിലീൻ ഡയമീൻ. അയാൾ എന്ത് തന്നെയാണ്? അയാളും 0 എന്നല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, യു ആർ സേയിങ് റൈറ്റ് നൗ 3 is ആൻസർ. ബട്ട് നിങ്ങൾ 4ഉം പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ 0. പിന്നെ ആരാണ്ട് നമുക്കുള്ളത്? എഥിലീൻ ഡയമീൻ. എഥിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ 2 × 0 അല്ലേ. യെസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് പുറത്ത് 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ നമുക്ക് 2 × -2. ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം. 2 × -2 അല്ല, 2 × -1. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ 0 വരികയാണെങ്കിൽ ദാറ്റ്സ് അവർ ആൻസർ. സോ ലെറ്റ് us add this together. ഇതും കൂടെ കൂട്ടി. We know it is +2. 0 അല്ലേ. നെക്സ്റ്റ് ഫൈനലി -2. ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് 0. അപ്പൊ ഈ കേസിൽ നമുക്ക് കിട്ടിയ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് ഇത് തന്നെയായിരിക്കും. തീർച്ചയായും നമ്മുടെ ആൻസർ നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്യണം, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാനതൊന്ന് റൗണ്ട് ചെയ്യുകയാണ്. അത് തന്നെ നമ്മുടെ ആൻസർ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ദിസ് ആൻസർ.
Now let us cross verify. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തയാള് നമ്മുടെ ആൻസർ ആണോ അല്ലയോ നമുക്ക് നോക്കാം. എന്താണ് അടുത്തത്? അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് let us think about chromium let's say 3 അല്ലേ, bromine you know it's -1, water we know it's 0, ethylene diamine you know it's 0, chlorine you know it's -3. So whenever you are adding all these things together, നിങ്ങൾ നോക്കണേ ഇവിടെ നമുക്ക് 3 അല്ലേ, ഇവിടെ 300 -1, again what we have -3 and this is not equal 0. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഓപ്ഷൻ 4 സെലക്ട് ചെയ്യാൻ പറ്റില്ല. യെസ്, ആസ് യു കറക്റ്റഡ് യുവർ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കഥയിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എത്തുന്നു. നമുക്ക് ഇതിലും അവർ നമുക്കൊരു കോംപ്ലക്സ് തന്നിരിക്കുകയാണ്. യു ക്യാൻ ട്രൈ നെയിമിങ് ദിസ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പേര് ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്റ്റ് ചെയ്യുക. So can you just select which one is correct here? So what is your opinion regarding this particular problem? Let us read that. നമ്മൾ അതിന് വായിക്കുകയാണ്. നമുക്ക് വായിക്കുമ്പോൾ നമുക്കുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം cobalt is there. Okay, so cobalt is there in all the case. പക്ഷെ ഇവിടെ നിങ്ങൾ കാണുന്നൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3. അപ്പൊ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വെരിഫൈ ചെയ്യാം ഏതാണ് നമുക്ക് വരേണ്ട കൊബാൾട്ടിന്റെ ചാർജ് നമുക്ക് വെരിഫൈ ചെയ്യാം. ലെറ്റ് us see that. അപ്പൊ നമ്മൾ എഴുതുന്നു, നോക്കൂ, ആദ്യം നമുക്ക് കൊബാൾട്ട്, കൊബാൾട്ടിന്റെ ചാർജ് വി ഡോണ്ട് നോ, സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ആസ് x, right? And then you have chlorine. You know what is the charge of chlorine? It's -1. And next you have ammonia, and you know what is the charge of ammonia? It's 0. Am I right? And next person, definitely it's a bidentate ligand, and that too ethylene diamine, and you know what is the charge of ethylene diamine? It's 0. And now let's add all these things together and let's see what the total charge we get. Let us, when we add these things together, നോക്കണേ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് x -1, this will be equal to the charge possessed by the cation. What is the charge? It's a +2 അല്ലേ. അപ്പൊ അങ്ങനെ +2 വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ax is equal to what will come there? +3. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരണം? +3 വരണം. Means oxidation state of cobalt is not +2, oxidation state of cobalt is +3. So let us find out cobalt +3. So option this is not correct because they had given the oxidation state as 2. ശരിയല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ വീണ്ടും ഇയാളെയും കട്ട് ചെയ്തു. What is the reason? In that case also they had given oxidation state 0. യെസ്, അപ്പോൾ നമ്മൾ ആൻസേഴ്സ് നിങ്ങൾ 4 ആണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിനി 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, നമ്മളുടെ ക്വസ്റ്റ്യനിലൊക്കെയുള്ള പ്രത്യേകത, വി ഹാവ് ടു യൂട്ടിലൈസ് അവർ ഓപ്ഷൻസ്. നമ്മുടെ ജോലി, നമ്മളുടെ അറിവ് ഇവിടെ എന്ത് ചെയ്യുക? മൊത്തം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ JEE പ്രോബ്ലം നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ആ ക്വസ്റ്റ്യൻസിലൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ കം ടു ദിസ് പർട്ടിക്കുലർ വൺ. അപ്പോൾ നമ്മൾ എലിമിനേഷൻ റൗണ്ട് 1 2 ഓപ്ഷൻസ്. അപ്പോൾ ഹാജിസ് പറയുന്നു 4 ആണെന്ന്. Cricket expert is saying it is not JEE expert, he is cricket expert. And what is saying 4? Space dreamer, okay, he is saying answer is 4. Of course, ഞാനും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു. മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ആൻസർ എന്തായിരിക്കാം? 4 ആയിരിക്കാം. നമുക്കിനി ബാക്കി രണ്ടും വായിക്കാം. നോക്കണേ, സിസ്, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എല്ലായിടവും സിസ് ആണ്. സോ വി ഡോണ്ട് വാണ്ട് ടു മൈൻഡ് ദിസ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല, നമ്മുടെ ജോലി അല്ലത്. അടുത്തത് അമീൻ, യെസ് അമീൻ. ക്ലോറോ, യെസ് ക്ലോറോ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ബിസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലേ? യെസ്. എന്നാൽ ഇവിടെ എന്തില്ല? ബിസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം, നമുക്ക് 2 എത്തിലീൻ ഡയമീൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബിസ് വേണ്ടേ? ബിസ് വേണം. അപ്പോൾ ബിസ് ഉള്ളതും 3 ഉള്ളതും അത് മാത്രമേ ഇതിനകത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ 2 ഉണ്ട്. 2 ഉണ്ടെങ്കിൽ ഉറപ്പായും ബിസ് വേണം. ഓക്കെ, അപ്പോൾ ചിലയിടത്ത് ബിസ് ഉണ്ട്, ചിലയിടത്ത് ബിസ് ഇല്ല. അത് ബിസ് ഇല്ലാത്ത ആൾക്കാർ ഒഴിവാക്കി. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ്, യെസ്. നെക്സ്റ്റ്, എവറി വൺ ഈസ് എക്സ്പെർട്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ എല്ലാവരും നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഹാവ് അവർ ആൻസർ ഈസ് 4th one. ഓക്കെ ആണല്ലോ? ഓൾ ഓഫ് യു ആർ റൈറ്റ്.
but one person has said answer is 2, but try to see what the mistake we have done and try to take it away. Let's go ahead with the next question. Which complex ion has cis and trans isomer? Namukare cisum, transum, isomerism, they are called geometrical isomerism. Where this geometrical isomerism is possible. Okay, let's see that. Where this geometrical isomerism is possible. Actually, ഞാൻ ഇതിലേക്ക് പോവുകയാണെങ്കിൽ നോക്ക് നമ്മളുടെ കുറേ എക്സാമ്പിൾസ് അവർ തന്നിട്ടുണ്ട്. ഞാൻ ഓരോ എക്സാമ്പിളിൻ്റെയും കാറ്റഗറി എഴുതാൻ പോവുകയാണ്. മക്കളെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് ഓപ്ഷൻ അവർ തന്നിരിക്കുന്നത് MA3B ടൈപ്പ് ആണ്. MA3B ടൈപ്പ് ആണ്. നെക്സ്റ്റ് അവർ തന്നിരിക്കുന്നത് നോക്കൂ മെറ്റൽ M and ligand A5. What is next? B. Okay, and now when we come to third option, നോക്കണേ third option അവർ പറഞ്ഞിരിക്കുന്നതാണ് M പിന്നെന്താ A2, then what we have B2. Okay, so MA2 B2. And what is in the last option? Last option നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇയാളാണ്. You know what is the name of this person? This is what known as oxalate. And you know oxalate means C2O4 2-. It's an example for a symmetrical bidentate ligand. എങ്ങനെയാണ് അയാൾ സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗൻഡ് ആവുന്നത് നോക്കണേ എല്ലാവരും. How it is symmetrical bidentate ligand? We have a C here. Similarly C here. So here double bond O. Again here we have a double bond O. Next we have a O-, and here also what's there? O-. ഇതാണ് നമ്മുടെ ലിഗൻഡ്. അപ്പോൾ ഈ ലിഗൻഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗൻഡ്. നോക്കൂ രണ്ട് സൈഡിലും ആരാ ഡോണ്ടർ ആറ്റംസ് സെയിം തന്നെയാണ്. നമുക്കതിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. സോ വി കോൾ ഇറ്റ് ആസ് സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗൻഡ്. മക്കൾ അത്തരം ലിഗൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരിടത്ത് നോക്കുക, അത്തരം ലിഗൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് AA. ഓക്കെ, അപ്പൊ എ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അയാൾ എന്താണ്? അയാൾ സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗൻഡ് ആണ്. ബട്ട് ഇൻ കേസ് ഇഫ് ദാറ്റ് ഈസ് അൺസിമെട്രിക്കൽ ദെൻ വി യൂസ് ദ ടേം AB. പ്ലീസ് ട്രൈ ടു സീ ദാറ്റ്. അപ്പൊ അവസാനത്തെ കാറ്റഗറി ആരാ കുട്ടികളെ? ഇറ്റ് ഈസ് AA ട്വൈസ്. ഓക്കെ, MA ട്വൈസ്. ഒരിക്കലും വി ഹാവ് സീൻ ഇത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം 4 പേരുള്ള കേസിലേക്ക് വരുന്നത്. അസിനു 4 പേരുള്ള കേസുകൾ നമുക്ക് അല്ലെ കോർഡിനേഷൻ നമ്പർ എന്ത് ചെയ്യാം? കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കേസ് നമുക്ക് നോക്കാം. കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കേസ് എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് ടെട്രാഹെഡ്രൽ ആൻഡ് 2 ആരാണ്? സ്ക്വയർ പ്ലാനാർ. കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക, ടെട്രാഹെഡ്രലിൽ എല്ലാ ബോണ്ട് ആംഗിളും സെയിം ആണ്. എല്ലാവരും തമ്മിലുള്ള അകലം എന്താണ്? തുല്യമാണ്. ദർ ഈസ് നോ ഓപ്പോസിറ്റ് പൊസിഷൻ, ദർ ഈസ് നോ നിയർ പൊസിഷൻ. അതുകൊണ്ട് ഒരിക്കലും ടെട്രാഹെഡ്രൽ എന്ത് കാണിക്കുന്നില്ല? ടെട്രാഹെഡ്രൽ ഡു നോട്ട് എക്സിബിറ്റ് geometrical isomerism. Please note the point. Tetrahedral complexes do not exhibit geometrical. അപ്പൊ നമുക്കുള്ള ആകെ പ്രതീക്ഷ എന്താണ്? സ്ക്വയർ പ്ലാനാർ ആണ്. ആൻഡ് ട്രൈ ടു ടേക്ക് ഫ്രം ഹിയർ സ്ക്വയർ പ്ലാനാർ. വെൻ യു ടോക്ക് അബൌട്ട് MA4, it do not exhibit geometrical isomerism. Next, when we have MA3B, okay, this also do not exhibit geometrical isomerism. But when you have MA2B2, definitely this will exhibit geometrical isomerism, cis form and trans form. And similarly, when we have the next one, what is next one? MA2BC. Students, you please try to understand, this also will definitely exhibit a geometrical isomerism, that is cis and trans. And right now we have another option. See, what is the next option? We have MAA twice. Please try to see that it do not exhibit. MA twice is just like ആരെ പോലെ തന്നെയാണ്? MA4 പോലെ തന്നെയാണ്. MA twice എന്ന് പറയുന്നത് ആരെ പോലെ മാത്രമാണ്? MA twice is just like MA4. അടുത്തത് ഞാൻ അടുത്തിലേക്ക് പോവുകയാണ്. What is next? MAA, okay, MAAB2. MAB2 also do not exhibit geometrical isomerism.
ഓക്കെ, ഇനി നമുക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരു കക്ഷികളുടെ അയാൾ ആരാന്ന് നിങ്ങൾ എടുക്കുക. ഹു ഇസ് ദാറ്റ് പേഴ്സൺ? MAB twice. And please try to understand MAB twice means AB stands for AB എന്താ നമ്മൾ പറഞ്ഞത്? Unsymmetrical bidentate ligand. അപ്പൊ എവിടൊക്കെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം സ്ക്വയർ പ്ലാനറിൽ പോസിബിൾ ആയിട്ടുള്ളത്? മക്കൾ എല്ലാവരും നോക്കുക, 1 by 1 ഞാൻ പറയുന്നത് നോക്കിക്കോണേ. ഒന്നാമത്തത് എവിടെയാണ്? നോക്കൂ, ഇവിടെ വരാം, MA2B2ൽ വരാം. പിന്നെ ഇവിടെ വരാം, MA2BCയിൽ വരാം. പിന്നെ ഇവിടെ വരാം, MAB twiceൽ വരാം. And one more thing is there, really speaking, I forgot to talk about that also, MABCD. ഇത്രയും കേസസ് ആണ് സ്ക്വയർ പ്ലാനറിൽ എന്ത് ചെയ്യുന്നത്? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന ആരാണ് നമ്മുടെ മുന്നിലുള്ളത്? MA3B. നോ, ഇറ്റ് ഡു നോട്ട് എക്സിബിറ്റ്. അല്ലേ? നിങ്ങളുടെ ആൻസർ പറയുക. അപ്പൊ MA3B definitely do not exhibit. Okay, MA twice do not exhibit. And what will exhibit? This will exhibit. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരാളും കൂടെ ഇല്ലേ? ആരാണ്ടത്? MA5B. അതൊരിക്കലും ആരല്ല? സ്ക്വയർ പ്ലാനർ അല്ലല്ലോ. അതാരാണ്ടേ? ഒക്ടാഹെഡ്രൽ അല്ലേ? ഒക്ടാഹെഡ്രൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം. whenever we have MA6 it do not exhibit. Whenever we have MA5B it do not exhibit. Whenever we have MA4B2 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ ഡീലിംഗ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. ഏതായാലും നമുക്ക് ഇയാൾ MA5B ആണ്. ഇയാൾ ഒരിക്കലും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നില്ലടെ? ഇയാള് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരൊറ്റ ആൾ മാത്രമേ ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് യു നോ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദാറ്റ്? ഓഫ് കോഴ്സ് ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ലെറ്റ്സ് തിങ്ക് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ എല്ലാവരും, ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഇതിനുള്ള കുറിച്ചുള്ള പെർഫെക്റ്റ് നോളജ് ഉണ്ടോ എന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ടത് ഹൗ വി വിൽ ബി ഏബിൾ ടു സോൾവ് ദിസ് പ്രോബ്ലം. ദാറ്റ്സ് ഓൺലി തിങ് വി നീഡ് ടു മൈൻഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും നോക്കണേ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ലെറ്റ്സ് സീ ദാറ്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോംപ്ലക്സ്? ഏതാണ് കോംപ്ലക്സ്? നിക്കൽ ഉണ്ട്. ഓക്കെ, പിന്നെന്താ? H2O 4 ടൈംസ് അല്ലേ? H2O 4 ടൈംസ്. പിന്നെ എത്തിലീൻ ഡയമീൻ ഉണ്ട്. പിന്നെ സൾഫേറ്റ് ഉണ്ട്. പുറത്ത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഹൗ മെനി വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ദെയർ? 5 അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതില് നിങ്ങൾ നോക്കണേ. സോ ഹൗ മെനി വാട്ടർ ഈസ് ദെയർ? യു ക്യാൻ സീ ദാറ്റ് ഇതില് 1 വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ കട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് എലിമിനേഷൻ 1 person ഔട്ട്. അപ്പൊ ഇനി നമുക്ക് ലൈവ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരാണ്. നോക്കണേ, നമുക്ക് വാട്ടർ എത്ര ഉണ്ട്? ടെട്രാ അക്വ. എല്ലാത്തിലും ടെട്രാ ആക്കുക. ഓക്കെ, നെക്സ്റ്റ് എത്തിലീൻ ഡയമീൻ. ഒരെണ്ണമല്ലേ എത്തിലീൻ ഡയമീൻ ഉള്ളൂ? ഒരെണ്ണമാണെങ്കിൽ നമുക്ക് അവിടെ ബിസെന്ന് കൊടുക്കാൻ പറ്റുമോ? ക്രിക്കറ്റ് എക്സ്പെർട്ട് ഇപ്പം ആൻസർ മാറ്റി. നോക്കൂ, ഒരെണ്ണമല്ലേ ഉള്ളൂ എത്തിലീൻ ഡയമീൻ. അപ്പൊ നമുക്ക് അവിടെ ബിസ് എന്ന് പറയുന്ന ടൈം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചാടി കയറി പോയിട്ട് അത് ആൻസർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ അറിവും വേണ്ട. നമുക്ക് ഇതിൽ നിന്നുള്ള അറിവുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ ചെയ്യാം. നോക്കൂ, അപ്പൊ നമ്മൾ എഴുതുന്നു ഇയാൾ ഒന്നേ ഉള്ളെങ്കിൽ ഞാൻ ആദ്യം തന്നെ എലിമിനേഷൻ റൗണ്ട് 1ൽ ഇയാളെ പുറത്താക്കിയിരുന്നു. ഇനി നമുക്ക് ഒരു എത്തിലീൻ ഡയമീനേ ഉള്ളൂ, ഒരൊറ്റയാളേ ഉള്ളൂ. ഒറ്റയാളാണെങ്കിൽ ആര് വേണ്ട? ബിസ് വേണ്ട. ആര് വേണ്ട? ബിസ് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആൻസർ അല്ലേ ഇതിലുള്ളൂ. നോക്കൂ, നമുക്കെല്ലാം അറിയില്ല, ബട്ട് സ്റ്റിൽ വി ആർ ഏബിൾ ടു ഡു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലിസൺ, ഇത് നിങ്ങൾ ഭംഗിയായി ചെയ്യുക. കെമിസ്ട്രി മാത്രം മതി, വേറെ ഒരു സബ്ജക്റ്റും ഇല്ലെങ്കിലും വി ക്യാൻ കം ടു എന്താണ് നമ്മുടെ ക്വാളിഫയിങ് ഏജിന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഉറപ്പായും പറ്റും. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ലിസൺ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 minute. യെസ്, ഐ ഹാവ്. ഓക്കെ, സോ 3 ഞാൻ മുമ്പത്തെ ആൻസർ ആണ് ഇട്ടത്. ഓക്കെ, ഫൈൻ ക്രിക്കറ്റ്. ഓക്കെ, നമ്മൾ അടുത്ത കഥയിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ, നമ്മൾ അടുത്ത കഥയിലേക്ക് വരുന്നു. Which pair isomers illustrate the concept of ionization isomerism? ഇതിൽ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഉറപ്പായും നിങ്ങളുടെ ആൻസർ നമ്മുടെ മുന്നിലേക്ക് തരും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ പോയിന്റ് ആണ്. ദിസ് ഇസ് ദ പോയിന്റ് വാട്ട് വി നീഡ് ടു ഫോക്കസ് അല്ലേ? അയോണൈസേഷൻ ഐസോമർ. ഉറപ്പായും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കണേ, ഇതിനകത്ത് എന്താണ് വ്യത്യാസം? NCSഉം SCNഉം. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം തീർച്ചയായും നമുക്കറിയാം. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലിങ്കേജ് ഐസോമറിസം.
So I'm just writing there this is an example for linkage isomerism. Okay, not the point number 1. എന്നാൽ അടുത്ത കേസ് നമ്മൾ നോക്കുകയാണ്. അടുത്ത കേസ് വളരെ വ്യക്തമായി നിങ്ങൾ നോക്കുക. അതിനകത്ത് നോക്കൂ, അയണൈസേഷൻ ഐസോമർ വരുന്നത് എപ്പോഴാണ്? whenever they furnish different ions. Whenever they furnish different ions, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാൻ പറ്റൂ? അയണൈസേഷൻ ഐസോമറിസം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഇവിടെ ആരാ പുറത്തു വന്നത്? സൾഫേറ്റ് അല്ലേ? ആരാ പുറത്തുള്ളത്? ക്ലോറിൻ. അപ്പോ ക്ലോറിൻ പുറത്ത്, സൾഫേറ്റ് പുറത്ത്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോമിലെല്ലാം സെയിം അല്ലേ? അപ്പൊ ഇവർ ഫർണിഷ് ചെയ്യുന്നത് ഉറപ്പായും നമുക്കറിയാം, ദേ ഫർണിഷ് ഡിഫറെന്റ് അയോൺസ്. ദേ ഫർണിഷ് ഡിഫറെന്റ് അയോൺസ്. ദേ ഫർണിഷ് ഡിഫറെന്റ് അയോൺസ്. അങ്ങനെ ഡിഫറെന്റ് അയോൺസ് അവർ ഫർണിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെയല്ലേ നമ്മൾ അയോണൈസേഷൻ ഐസോമറിസം എന്നുള്ള ടേം നമ്മൾ കൊടുത്തിട്ടുള്ളത്. Okay, so that I will select our answer as second one. എന്താണ് തേർഡ് വൺ? തേർഡ് വൺ ഉറപ്പായും നമ്മുടെ മുന്നിൽ തന്നെ അവരെ പറഞ്ഞിട്ടുണ്ടെല്ലാം. നോക്കണേ, നിങ്ങൾ നോക്കുക, ആ പ്രത്യേകത സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം തീർച്ചയായിട്ടും അവര് എന്തല്ല, അയണൈസേഷനും അല്ല, ലിങ്കേജും അല്ല, ഒന്നുമല്ല, അവര് വെറും ജോമെട്രിക്കൽ ഐസോമർ ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനെ സെലക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. So this is geometrical. This is geometrical. No need to select this at all. പിന്നെ നമ്മൾ നോക്കിയാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇയാൾ പ്ലസ് എന്നല്ലേ? പ്ലസ് വരുന്നത് ആർക്കാണ് മക്കളെ? ഡെക്സ്ട്രോയ്ക്കല്ലേ? മൈനസ് വരുന്നത് ആർക്കാണ്? ലീവോയ്ക്കല്ലേ? അപ്പൊ പ്ലസും മൈനസും എന്ന് പറയുന്നത് ഡെക്സ്ട്രോയും ലീവോയുമാണ്. ഡെക്സ്ട്രോയും ലീവോയുമാണ് അല്ലേ? അത് ഒപ്റ്റിക്കൽ ഐസോമർ അല്ലേ? പക്ഷേ ഇവർ ചോദിച്ചത് ഒരിക്കലും ഒപ്റ്റിക്കലിനെ കുറിച്ചല്ല. ഇവർ ചോദിച്ചത് ഒരിക്കലും ജോമെട്രിക്കലിനെ കുറിച്ചിട്ടല്ല. അവർ ചോദിച്ചത് അയോണൈസേഷനെ കുറിച്ച് മാത്രമാണ്. സോ നോ ഡൗട്ട്, അപ്പോൾ യാതൊരു സ്ട്രഗിളും ഇല്ലാതെ ഇവിടുത്തെ ആൻസർ നിങ്ങളുടെ കയ്യിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. സോ ക്രിക്കറ്റ് എക്സ്പെർട്ട് ഹാസ് ഗിവൻ ദി ആൻസർ ഓപ്ഷൻ 2. നീ പറഞ്ഞ ആൻസർ തന്നെയാണ് എന്റെ ആൻസർ. ഓക്കെ ആണല്ലോ? മുന്നോട്ടേക്ക് നമ്മൾ പോവുകയാണ് കുട്ടികളെ. എല്ലാവരും നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ? നോക്കണേ എല്ലാവരും. Which of the following coordination compound incapable of showing geometrical isomerism? അല്ലേ? ഭാഗ്യവശാൽ തന്നിരിക്കുന്ന ആദ്യത്തെ ആളെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, സിസ് പ്ലാറ്റിൻ എന്നും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? സോ സിസ് പ്ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ദാറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നോക്കുക, whenever we talk about the term cisplatin, so we know we have the term over there, it's called the cisplatin. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്? ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വേറെ ആരും നോക്കി പോകേണ്ട കാര്യമില്ല. ഉറപ്പായും നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ ആൻസർ ചെയ്ത് തന്നെ തരിക. ഓപ്ഷൻ 1 you will give definitely as the answer, so I don't want to explain further, but still all of you please see to that. തന്നിരിക്കുന്ന അടുത്ത എല്ലാ ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ആൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും, ഇവരെല്ലാം ആരാ? ഇവരെല്ലാം octahedral complex ആണ്. So all these are octahedral complexes. എല്ലാ ആൾക്കാരും octahedral complex ആണ്. അപ്പോ ഹാജിസ് is saying answer is 2. അല്ല, ഞാൻ പറഞ്ഞില്ലേ ആൻസർ നോക്കൂ, ജോമെട്രിക്കൽ ഇൻകേപ്പബിൾ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? യെസ്, ഞാൻ വായിച്ചത് കേപ്പബിൾ ആണ്. ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ക്രിക്കറ്റ് എക്സ്പെർട്ട് ഹാജിസ്, എന്റെ മിസ്റ്റേക്ക് ആണ്. നോക്കൂ, ഞാൻ അതിലേക്ക് വരുന്നു. എല്ലാവരും നോക്കൂ കുട്ടികളെ, നമ്മൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആദ്യം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഞാൻ വായിച്ചത് ഈ ക്വസ്റ്റ്യനെ കേപ്പബിൾ എന്നാണ്. നിങ്ങൾ വായിച്ചതാണ് റൈറ്റ്. വാട്ട് എവർ യു റെഡ് ഇറ്റ് കറക്റ്റ് ഓൺലി ഇൻകേപ്പബിൾ. അപ്പൊ ആദ്യത്തെ ആള് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആൾക്കാർ ഒക്ടാഹെഡ്രൽ അല്ലേ? ഒക്ടാഹെഡ്രൽ ആരെല്ലാം ആണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക? നിങ്ങൾക്കറിയാം കുട്ടികളെ, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് MA6 നോ. What is next? MA5B no. What is next? MA4B2 yes sir, it exhibit. അടുത്തത് MA4BC yes sir, this also exhibit. What is next? Speak all of you. We have a next one. A3B3 yes sir, this also exhibit. അല്ലേ? നെക്സ്റ്റ് MA3B2C yes sir, this also exhibit. And now we please see that. Let us talk about another one, MABCDEF
അല്ലേ? NCERT-യിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അയാളെ കുറിച്ചിട്ട്, അയാൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നൗ യു സീ ദ നെക്സ്റ്റ് വൺ. കുട്ടികളെ എല്ലാവരും നോക്കൂ. We have a MAA thrice, and please try to understand. Yal, this is equivalent to MA6. Yal endi illa. This do not. അല്ലേ? സിമെട്രിക്കൽ ബൈഡൻഡഡ് ലിഗൻഡ് ആണ്. അയാൾ ഒരിക്കലും എന്ത് എക്സിബിറ്റ് ചെയ്യില്ല? ജോമെട്രിക്കൽ ഐസോമർസും എക്സിബിറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും നമുക്ക് എഴുതാം കുറെ ആൾക്കാരെ. We have MAA twice B2. Yes, it exhibit. Similarly, we have MAA twice BC. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് നമ്മൾ നോക്കണേ? രണ്ടാമത്തെ ആള് ഡെഫിനറ്റ്ലി നമുക്കറിയാം MA4 B2 ടൈപ്പ് ആണ്. അത് സിസ്റ്റം ട്രാൻസും എക്സിബിറ്റ് ചെയ്യുന്നതാണ്. സോ ഐ ജസ്റ്റ് ടിക്ക് ദെയർ. അടുത്തത് നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ഓഫ് ദ ടൈപ്പ് ഏതാണ്ട് MA3 B3 അല്ലേ? MA3 B3 എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. Sir, if I start studying from now, can I crack JEE with a 98 percentile? It up to your dedication. If you utilize your time effectively, no doubt. നോക്കൂ, നമ്മളുടെ ജോലി ഒരിക്കലും എൻറ്റയർ കെമിസ്ട്രി പഠിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജോലി എന്താ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മിക്കപ്പോഴും എവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും? കെമിസ്ട്രിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ നോ ഡൗട്ട്. ഓക്കെ, സോ പ്ലീസ് ലിസൺ ഹിയർ. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണിലേക്ക് ഞാൻ വരികയാണ്. ലാസ്റ്റ് വൺ നിങ്ങൾക്കറിയാം അത് ഏത് ടൈപ്പ് ആണ്? MA ത്രൈസ് അല്ലേ? തീർച്ചയായിട്ടും എന്ത് ചെയ്യില്ല? MA ത്രൈസ് ഒരിക്കലും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. മുന്നോട്ട് പോകാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഇതിൽ ആരാണ്? ഓപ്ഷൻ 4. ഓക്കെ, മുന്നോട്ട് പോകാമല്ലോ. Now listen, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following compound exhibit geometrical isomer? യെസ്, ഐ തിങ്ക് ആദ്യത്തെ ആളെ കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. ആദ്യത്തെ ആൾ നമ്മുടെ പ്രിയങ്കരനായ സിസ്പ്ലാറ്റിൻ ആണ്. ഉറപ്പായും അയാൾ എന്ത് എക്സിബിറ്റ് ചെയ്യും? ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യും. എന്നാൽ കുട്ടികളെ, വി ഹാവ് ദ നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വ്യക്തി ആരാണ്? സിങ്ക് ആണ്. സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് Zn2+ ആയിട്ട് കിട്ടുക അല്ലെ? Zn2+ എന്ന് പറയുമ്പോൾ അയാളുടെ ആ ഒരു കോൺഫിഗറേഷൻ 3D10 എന്നല്ലേ വരിക? 3D10 ബാക്കി എന്താ നമുക്കുള്ളത്? 4S0 4P0 ഇങ്ങനെയല്ലേ ഉള്ളത്. പിന്നെ അവസാനം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? 4D0 ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഉള്ളിലുള്ള ഡി ഓർബിറ്റലിനെ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി പുറത്തുള്ള ആൾക്കാരല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ കേസിൽ നമുക്ക് DsP2 എന്നൊരു കോൺഫിഗറേഷൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പകരം യു കൻ എക്സ്പെക്ട് sp3 കോൺഫിഗറേഷൻ. ആൻഡ് യു നോ sp3 കോൺഫിഗറേഷൻ ഈസ് ടെട്രാഹൈഡ്രൽ കോൺഫിഗറേഷൻ. ആൻഡ് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഒരിക്കലും ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ് എന്ത് ചെയ്യുന്നില്ല? ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡിലേക്ക് പോകണ്ട. സെക്കൻഡ് ഈസ് നോട്ട് അവർ ആൻസർ. വൈ സെക്കൻഡ് ഈസ് നോട്ട് അവർ ആൻസർ? യു നോ യുവർ കോംപ്ലക്സ് ഈസ് നോട്ട് എ സ്ക്വയർ പ്ലാനാർ, ഇറ്റ്സ് എ ടെട്രാഹൈഡ്രൽ. ആൻഡ് ആസ് യു നോ ടെട്രാഹൈഡ്രൽ cannot be. Okay, so now let's go ahead with the next one. നമ്മൾ അടുത്ത കഥയിലേക്ക് പോകുന്നു. What is the next story? Yeah, if the time permit, definitely I will talk on that part. Next അടുത്ത കഥയിലേക്ക് നമ്മൾ വരുന്നു. ഇയാള് എന്തോ ആയിക്കോട്ടെ, whether it is tetrahedral, whether it is square planar, we don't want to bother. You know, if it is square planar, അതേതാ? MA3 ആണ്. ഒരിക്കലും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നില്ല? ജോമെട്രിക്കൽ എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഇതിൽ ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 1 മാത്രം. മുന്നോട്ട് പോകാമല്ലോ. So we are moving ahead with the next point. See, what is this particular one? Actually, this problem is perfectly based on ആരെ ബേസ് ചെയ്തിട്ടാണ്? വെർണേഴ്സ് കോർഡിനേഷൻ തിയറി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽക്കുലേഷൻ മിക്കപ്പോഴും എല്ലാ പേപ്പറുകളിലും നമ്മൾ കാണുന്നതാണ്. നമ്മൾ തന്നെ നേരത്തെ ഇത് എന്താണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള പ്രോബ്ലം തന്നെയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്. ലെറ്റ്സ് തിങ്ക് ഓൺ ദാറ്റ് പാർട്ട്. ഒരു 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യു നോ വാട്ട് ഈസ് ദ കോംപ്ലക്സ്? CrCl3 6H2 അല്ലേ? അതിന് ഗ്രീൻ കളറാണുള്ളത്.
CR3 പ്ലസിന് ഗ്രീൻ കളറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡി ബ്ലോക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിആറിന്റെ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? CR3+ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇയാൾ എത്ര എടുത്തത്? നിങ്ങൾ 0.1 മോളർ എടുത്തു. ആ 0.1 മോളർ എടുത്തപ്പോൾ നിങ്ങൾ എത്രയാ സിൽവർ നൈട്രേറ്റുമായി ട്രീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 28.7 ഗ്രാം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. നിങ്ങൾക്കറിയാം ക്ലോറിൻ അല്ലേ, യു ഹാവ് സ്റ്റഡീഡ് ഓൾറെഡി. ക്ലോറിൻ ആരുമായി റിയാക്ട് ചെയ്യുന്നു? Ag like chloride, not chlorine. Let me write chloride. Chloride ആരുമായി റിയാക്ട് ചെയ്യുകയാണ്? AgNO3മായി റിയാക്ട് ചെയ്യുകയാണ്. Last 15 minutes definitely I will try to explain CFSC. Don't worry about that. അപ്പോൾ നോക്കൂ, നമ്മൾ അവസാനം നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ഇവിടെ നമുക്ക് AgCl കിട്ടി. And you know AgCl is what color precipitate? White precipitate. Okay. അപ്പോൾ ഈ AgCl നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും മോളിലല്ല തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കട്ടെ, ഇവിടെ they have not given the answer in mole. Yes. So they have not given the answer in എന്തിലല്ല, ഒരിക്കലും മോളിലല്ല തന്നിരിക്കുന്നത്. ആരിലാണ്? ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രാമിനെ എന്താക്കി മാറ്റുകയാണ്? എന്താണ്? മോളിലേക്ക് മാറ്റുകയാണ്. സോ വാട്ട് ഐ ആം ഡൂയിങ്, എല്ലാവരും നോക്കണേ. AgClന്റെ molecular mass, we know that what is the molecular mass of AgCl? 108 plus 35.5 അല്ലേ ക്ലോറിൻ. So what will get there? 143.5 അല്ലേ? 143.5 ഇതല്ലേ 1 മോൾ എന്ന് പറയുന്നത്. So 1 mole of AgCl is 143. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് പറയാം 0.1 മോൾ ആണെങ്കിൽ അത് എത്രയായിരിക്കൂടെ? 14.35 ഗ്രാം ആവില്ലേ? അതല്ല, പകരം 0.2 മോൾ ആണെങ്കിൽ അയാൾ എത്രയായിരിക്കൂടെ? 28.7 ഗ്രാം അല്ലേ? എന്തുകൊണ്ട് ഞാൻ ഈ 28.7 ഗ്രാമിലേക്ക് ചിന്തിച്ചെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നോക്കണേ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 28.7 എന്നല്ലേ എഴുതിയിരിക്കുന്നത്. സോ ഐ ഗോട്ട് 28.7. അപ്പോൾ എത്ര മോളാ? 0.2 മോൾ. സി ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് 0.1 മോൾ എടുത്തപ്പോൾ, അപ്പോൾ 0.1 മോൾ കോംപ്ലക്സ് 0.1 മോൾ കോംപ്ലക്സ് നിങ്ങൾ എടുത്തപ്പോൾ അയാളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് 0.2 മോൾ AgCl ആണ്. 0.2 മോൾ AgCl ആണ്. ഒരു മോളിൽ നിന്ന് 2 AgCl കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര ക്ലോറിൻ പുറത്തുണ്ടാകണം? 2 ക്ലോറിൻ പുറത്തുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു നോ ഹൗ മെനി ക്ലോറിൻ ഈസ് ഔട്ട്സൈഡ്? 3 ക്ലോറിൻ ഈസ് ഔട്ട്സൈഡ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ആളെ എടുത്താൽ, ഒരാളെ എടുത്താൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 3 AgCl കിട്ടും. സോ ദാറ്റ് ഈസ് നോട്ട് അവർ ആൻസർ. ഉറപ്പാണ്. നെക്സ്റ്റ് അടുത്ത ആരാണ്? അടുത്ത നമുക്ക് Cl2 ആണുള്ളത്. Cl2 എത്ര Cl2 ആണ് പുറത്തുള്ളത്? 2 Cl2 പുറത്തുണ്ട്. 2 Cl പുറത്തുണ്ട്. 2 Cl പുറത്തുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു വിൽ ബി ഗെറ്റിംഗ് 2 AgCl. യെസ്, നമ്മളും പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. കാരണം 0.1 മോൾ എടുത്തപ്പോൾ നമുക്ക് 0.2 മോൾ. അങ്ങനെയാണെങ്കിൽ 1 മോൾ എടുക്കുമ്പോൾ നമുക്ക് എത്ര വരണോടെ? 2 മോൾ തീർച്ചയായും വരണം കുട്ടികളെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ആൻസർ നമ്മൾ ആരെ തന്നെ സെലക്ട് ചെയ്യണം? ഓപ്ഷൻ 2 തന്നെ സെലക്ട് ചെയ്യണം. Now see that third question, third ഓപ്ഷനിൽ എത്ര ക്ലോറിനെ പുറത്തുള്ളൂ? 1 ക്ലോറിനെ പുറത്തുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കോംപ്ലക്സ് എടുത്താൽ 1 AgCl പുറത്തേക്ക് വരികയുള്ളൂ. പക്ഷെ ലാസ്റ്റ് വണ്ണിൽ ആരില്ല? ക്ലോറിൻ പുറത്തില്ല. സോ നോ AgCl will be precipitated. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. What is the next question we need to talk about? നോക്കൂ, സെയിം വേ സെയിം മാനർ ഇതും അവർ ചോദിച്ചിരിക്കുന്നത്. Okay, let us try to do this problem at the earliest. നോക്കണേ, എല്ലാവരും പറയുന്നത് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ആരെയാണ്? 100 ml of 0.024 മോളാർ. മക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, അവര് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. പകരം അവർ തന്നിരിക്കുന്നത് എന്താണ്? വോളിയം തന്നിട്ടുണ്ട്, അതുപോലെ അയാളുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. But they are not given the number of moles. But what they are asking finally നമ്മളോട് ചോദിക്കുന്നത്, നോക്കൂ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്ര മോൾ സിൽവർ ക്ലോറൈഡ് കിട്ടും? കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഏത് കൺസെപ്റ്റ് ആണോ ഉപയോഗിച്ചത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നോക്കണേ,
നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. We have studied one equation അല്ലേ, molarity is equal to number of moles divided by volume in liter. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി എന്തെഴുതാം? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു we have a molarity into what comes there, volume in liter. And you know what is molarity? Molarity എത്രയാ തന്നിരിക്കുന്നത്? 0.024 അല്ലേ. വോളിയം ഇൻ ലിറ്റർ മക്കളെ, വോളിയം തന്നിരിക്കുന്നത് 100 ml ആണ്. പക്ഷേ ml അല്ലല്ലോ, നമ്മൾ എന്തിലാ ചിന്തിക്കേണ്ടത്? we need to think in terms of liter. So I am just multiplying with liter. എത്രയാണ്? 0.1. അപ്പം നമ്മളുടെ നമ്പർ ഓഫ് മോൾസ് എത്ര വരും? 0.0024 മോൾസ് ആണ് നമ്മൾ ഈ കോംപ്ലക്സ് എടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് അവർ കോംപ്ലക്സ്? കോംപ്ലക്സിന്റെ പേര് തന്നിട്ടുള്ളൂ. ആ പേരിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലെറ്റ് us do that process. നോക്കണേ, ഡൈക്ലോറോബിസ്, എഥിലീൻ ഡയമീൻ, കൊബാൾട്ട് 3 ക്ലോറൈഡ്. we know what's the formula of the compound. കൊബാൾട്ട് ആദ്യം എഴുതണം. പിന്നെ നമുക്ക് ആരുണ്ട്? ക്ലോറിൻ ഉണ്ട് അല്ലേ. 2 ക്ലോറിൻ ഉണ്ട് കുട്ടികളെ, 2 ക്ലോറിൻ. then what is next? എഥിലീൻ ഡയമീൻ എത്ര എണ്ണം? 2 എണ്ണം. and outside you know you have 1 ക്ലോറിൻ. മക്കളെ, ഒരു ക്ലോറിനെ പുറത്തുള്ളൂ. ഒരു ക്ലോറിനെ പുറത്തുള്ളെങ്കിൽ നമുക്ക് ഒരു സിൽവർ ക്ലോറൈഡ് ഒരു കോംപ്ലക്സിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഇതല്ലേ? ഇതല്ലേ നമ്പർ ഓഫ് മോൾസ് തന്നിരിക്കുന്നത്? ആ നമ്പർ ഓഫ് മോൾസ് അത്രയും തന്നെ ക്ലോറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? എടുത്തു പോകാൻ പറ്റുകയുള്ളൂ. സോ ഹൗ മെനി ക്ലോറിൻ യു വിൽ ഗെറ്റ്? സെയിം നമ്പർ ഓഫ് ക്ലോറിൻ. വാട്ട് ഈസ് ദ നമ്പർ? 0.0024 chloride will be there. And if we have a 0.0024 chloride, definitely you know you will be getting 0.0024 AgCl. This answer what we get. Okay ആണല്ലോ, മുന്നോട്ട് പോകാമല്ലോ. സോ we have the answer option 3. മുന്നോട്ട് നമ്മൾ പോകുന്നു. നോക്കൂ, നമ്മൾ അടുത്ത കഥയിലേക്ക് വരുന്നു. നോക്കൂ, അവർ ചോദിച്ചിരിക്കുന്നത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. യെസ്, യു സെഡ് ആൻസർ 3. മൈ ആൻസർ ഓൾസോ 3 ഓൺലി. നെക്സ്റ്റ് അടുത്ത് എന്താ അവർ പറയുന്നത്? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് പ്ലാറ്റിനം ഇൻ പൊട്ടാസ്യം ഹെക്സാക്ലോറോ പ്ലാറ്റിനേറ്റ്. ഓക്കെ, പൊട്ടാസ്യം ഹെക്സാക്ലോറോ പ്ലാറ്റിനേറ്റ് എന്നല്ലേ. അപ്പം നമ്മൾ നോക്കുക, ഞാൻ അതിൻ്റെ ഫോർമുല എഴുതുകയാണ്. വി ഹാവ് എ പ്ലാറ്റിനം അറ്റ് ദ സെൻറ്റർ. ഓക്കെ, ആൻഡ് 3 ക്ലോറിൻ ഈസ് ദെയർ. അപ്പം നമ്മൾ ഇവിടെ 4 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എത്ര പൊട്ടാസ്യമാണ് പുറത്തുള്ളതെന്ന്. അപ്പോൾ ഞാൻ ആ പൊട്ടാസ്യം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഏതായാലും നമ്മൾ പ്ലാറ്റിനം 4 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് വരിക 2 ആയിരിക്കും. അപ്പോൾ പുറത്ത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി K2. നോക്കി എല്ലാവരും ചെക്ക് ചെയ്തേ, നമ്മളുടെ ആ ആൻസർ എന്താണ്? K2PtCl6 തന്നെയാണോ ഫോർമുല വരിക എന്ന് നോക്കി എല്ലാവരും. സോ പൊട്ടാസ്യം ഹെക്സാക്ലോറോ പ്ലാറ്റിനേറ്റ് 4 ഇതാണ് നമുക്കുള്ളത്. നമ്മൾ ഇയാളുടെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ നോക്കുകയാണ്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഫെമിലിയർ വാട്ട് ഈസ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. അതായത് നമ്മൾ ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വരുന്ന ഇഫക്റ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ EN എന്ന് പറഞ്ഞത്. അപ്പൊ മിക്കപ്പോഴും ഓരോ സെൻട്രൽ ആറ്റത്തിന്റെയും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും അടുത്ത നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യാണ്? സ്കാൻഡിയം അല്ലേ, അല്ലെങ്കിൽ സ്കാൻഡിയം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് അയൺ അല്ലെ, അത് കഴിഞ്ഞാരാ കൊബാൾട്ട്, അത് കഴിഞ്ഞാരാ നിക്കൽ. അവരുടെയൊക്കെ ആഗ്രഹം ആരായി മാറാനാണ്? അവരുടെ ഏറ്റവും അടുത്തുള്ള നോബൽ ഗ്യാസ് ആയി മാറാൻ വേണ്ടിയാണ്. അവരുടെ ഏറ്റവും അടുത്തുള്ള നോബൽ ഗ്യാസ് ആരാന്ന് ചോദിച്ചാൽ 36 ആണ്. അപ്പൊ അവരൊക്കെ 36 ആയി മാറാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ വെനവർ വി ടോക്ക് അബൌട്ട് അതിന് താഴെയുള്ള ആൾക്കാർ, അത് അവർക്കടുത്തുള്ളവരായി മാറാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വ്യക്തി ഇപ്പോൾ നിക്കലല്ല, നിക്കലിന്റെ താഴെയുള്ള ആൾക്കാരാണ്. ലെറ്റ് us think about. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിക്കലിന്റെ അറ്റോമിക് നമ്പർ. യു നോ നിക്കൽ അറ്റോമിക് നമ്പർ ഈസ് 28. Am I correct? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരാണ്? പലേഡിയം ഉണ്ട്. ആൻഡ് യു ക്യാൻ തിങ്ക് ഓഫ് ഇസ് എന്താണ് അയാളുടെ ആ അറ്റോമിക് നമ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. പിന്നെന്താണ് നമുക്കുള്ളത്? പ്ലാറ്റിനം. അപ്പോൾ നിക്കല്, പലേഡിയം, പ്ലാറ്റിനം. ഇപ്പൊ നിക്കലിൽ നിന്ന് നമ്മൾ എവിടേക്ക് വരികയാണ്? പലേഡിയത്തിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് 28ന്റെ കൂടെ യു നീഡ് ടു ആഡ് 18 അല്ലേ.
So 28-ന്റെ കൂടെ 18 നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? So you can just add. So we have a 28 plus ആരെ നമ്മൾ ആഡ് ചെയ്തു? 18 നമ്മൾ ആഡ് ചെയ്തു. So we'll get 6 there. 46. അപ്പോൾ അയാളുടെ നമ്പർ 46. ശരിയല്ലേ? നെക്സ്റ്റ് ഇനി ആരാ? പ്ലാറ്റിനം. പ്ലാറ്റിനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 46 പ്ലസ് 32 എന്ന് ആഡ് ചെയ്യണം. കാരണം അവിടെ ഇടയ്ക്കുള്ള മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 32 ആണ്. അപ്പം ഞാൻ 46 പ്ലസ് 32. ഓക്കെ, ഹൗ മച്ച് ഐ വിൽ ഗെറ്റ്? ഐ വിൽ ബി ഗെറ്റിംഗ് 78. അപ്പോൾ ഞാൻ പ്ലാറ്റിനത്തിൻ്റെ നമ്പർ 78. പക്ഷേ നിങ്ങൾ നോക്കുക, നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്ലാറ്റിനം. നമ്മുടെ കോംപ്ലക്സ് ആരാണ്ടേ? പ്ലാറ്റിനം 4+. അപ്പോൾ ഈ പ്ലാറ്റിനം 4+ നിങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ പ്ലാറ്റിനം 4+, ഓക്കെ, ഇറ്റ് വിൽ ബി 74. പ്ലാറ്റിനം 4+ൽ എത്രയേ ഉള്ളൂ? കാരണം 4 ഇലക്ട്രോൺ നമ്മൾ വിഡ്രോ ചെയ്യും, ബാക്കി നമുക്ക് എത്രയേ ഉള്ളൂ? ആ ഒരു ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് 74. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്ത പോയിന്റ്. ഇനി ആര് വരികയാ? ക്ലോറിൻ വരികയാ. നോക്കണേ, എത്ര ക്ലോറിൻ വന്നു? 6 ക്ലോറിൻ വന്നു. നിങ്ങൾക്കറിയാം ക്ലോറിൻ ഒരു ലിഗൻഡാണ്. ഒരു ലിഗൻഡ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എത്ര ഇലക്ട്രോൺ വെച്ച് കൊടുക്കൂടെ? 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കണം അല്ലേ? അപ്പൊ അങ്ങനെ 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 2 into 6. So total how much? 12 is there. So I can write it 74 plus 2 into 6 given by, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരൂടെ? ഇറ്റ് വിൽ ബി 86. സോ യുവർ ആൻസർ ഇൻ ദിസ് കേസ് ഈസ് 86. ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഗസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും വരിക 86 അല്ലെങ്കിൽ 85 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഗസ് ചെയ്ത് ഒറ്റയടിക്ക് ചെയ്തു പോവുകയാണെങ്കിൽ, സമയമില്ലാത്ത സമയത്താണ് ചെയ്തതെങ്കിൽ ഉടനെ പോയി ആരെ ടിക്ക് ചെയ്ത് പോവുക? 2നെ ടിക്ക് ചെയ്ത് പോവുക. അത് ഏതായതുകൊണ്ട് പ്ലാറ്റിനം ആയതുകൊണ്ട്. ഇനി പലേഡിയം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും 56 ടിക്ക് ചെയ്ത് പോകണം. ഇനി അതല്ല, നമുക്ക് നിക്കലാണുള്ളതെങ്കിൽ നമ്മൾ ആരെയാ? 56 അല്ല 54 ടിക്ക് ചെയ്ത് പോകണം. അതുപോലെ ആരാ? നിക്കലാണെങ്കിൽ നമ്മൾ ആരെയാ? 36 ടിക്ക് ചെയ്ത് പോകണം. അപ്പോൾ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ലവ് യു. ലെറ്റ്സ് ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, which of the following complex have a 5 unpaired electron? Yes, yes. Yeah, everything depends on your studies. Actually, see, it depends on your studies. That is correct only. Whatever the message she asked, whether she will get 98% if she study. What the answer given? If she work hard, dedicate herself, next 1 month is more than sufficient. And now, there is nothing wrong in that, Dennis Pradeep. Okay. So listen, let's go ahead with the next question. Which of the following complex has 5 unpaired electron? Let's think about 5 unpaired electron. 5 unpaired electron വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, നമുക്ക് D5 തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ വേറൊന്നും നമുക്ക് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ D5 ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ വാട്ട് വി ആർ ഡൂയിങ്. നോക്കൂ, ആദ്യത്തെ കേസിലേക്ക് നമ്മൾ വരുന്നു. Mn2+, it's an D5 configuration. നെക്സ്റ്റ് അടുത്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ Mn2+ അല്ല കുട്ടികളെ, അത് Mn3+ ആണ്. കാരണം നിങ്ങൾക്കറിയാം സയനൈഡ് എന്താണ്? -6 അല്ലേ വരിക. അപ്പൊ Mn3+ ആണ്. Mn3+ ആവുമ്പോൾ അതാരായി മാറും? ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു D4. ഓക്കെ, അപ്പൊ D4 ആണ്. D4 എങ്ങനെ പെയർ ചെയ്താലും പെയർ ചെയ്തില്ലെങ്കിലും അയാൾക്ക് എത്ര അൺപേഡേ ഉള്ളൂ? 4 അൺപേഡേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത കഥയിലേക്ക് നമ്മൾ വരുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റോറി? ഓൾ ഓഫ് യു പ്ലീസ് മൈൻഡ് ദെയർ വി ഹാവ് ക്രോമിയം അല്ലേ? അവിടെ നമ്മൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ വാട്ടർ 0 ആണ്, ഇയാൾ വേണ്ട. അപ്പോൾ ഇയാൾ -3 ആണ്. അപ്പോൾ ക്രോമിയം വാട്ട് വിൽ കം ദെയർ? Cr+3 വരൂടെ. Cr+3 ഈസ് വൺ ഓഫ് ദ highly stable oxidation state of chromium, as you know. And what is the electronic configuration? It is D3. And you know maximum how many unpaired electron is possible there? We have only 3 unpaired electron there. And now let's think about last one. No need to even check because you know it's silver. Silver is brother of copper. So what is that system? It is the D10 system. D10, there is no unpaired electron. So only one option can be done. So what's your option there? D5. Let's go with the next question. നമ്മൾ അടുത്ത കഥയിലേക്ക് പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കാം. See, which of the following species is diamagnetic ആണ് ചോദിച്ചത്. So we have to eliminate other species. ആദ്യത്തെ നമ്മൾ പോകുന്നു ഐസൊലേറ്റഡ് ആയിട്ടുള്ള
ഗേഷ്യസ് ഫേസിലുള്ള ആരാണ്? വനേഡിയം 3+. എന്ന് പറയുമ്പോൾ വനേഡിയം 3+ എത്രയാണെന്ന് ചോദിച്ചത്. വനേഡിയം 3+, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കാൻഡിയം, ടൈറ്റാനിയം ആൻഡ് വനേഡിയം. Students, please try to see that what is the configuration of vanadium. Vanadium is the D3s2. And here what we do there, we are removing 3 electron so that we get V3+. So when we remove electron, we are not removing from S, we are not removing from D, we are removing from S. So we removed 3 electron. അങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എസ് ഇന്ന് രണ്ടും പോയി, ബാക്കി നമ്മളുടെ ഡിയില് D2s0. D2s0 എത്ര അൺപെയ്ഡ് ഉണ്ട്? 2 അൺപെയ്ഡ് ഉണ്ട്. 2 അൺപെയ്ഡ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അയാൾ എന്തല്ല. യെസ്, യു ആർ സെയിങ് ആൻസർ ഈസ് 4. ലെറ്റ് us think about that part. അപ്പോൾ ഇതെന്തായാലും പാരാമാഗ്നറ്റിക് ആണ്ട്രെ. സോ ദിസ് പേഴ്സൺ ഈസ് പാരാ. സോ ഐ വിൽ റൈറ്റ് ദിസ് പേഴ്സൺ ഈസ് പാരാ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കുന്നു ഹൈ സ്പിൻ ഒക്ടൈഡ്രൽ Fe2. Fe2+, ഹൈ സ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈ സ്പിൻ എന്ന് പറഞ്ഞാൽ Fe2+ D6 ആണ് അല്ലേ? ഉറപ്പായും അയാൾ എന്ത് തന്നെയാണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോപ്പർ 2+. കോപ്പർ 2+ നമുക്ക് എല്ലാവർക്കും അറിയാം, കോപ്പർ +1 ആയിരുന്നെങ്കിൽ അയാൾ D10 ആണ്. ബട്ട് കോപ്പർ 2+, as you know, it's an example for D9 configuration. You know, copper 2+ is D9 configuration, and of course D9 is para. And now low spin, അവിടെ തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ലോ സ്പിൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. അതുമായിട്ട് നോക്കാം. നമുക്ക് ആരെയുള്ളത്? CO3+ അല്ലേ ഉള്ളത്? CO3+ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. യുനോ കൊബാൾട്ട് is 27 അല്ലേ? അപ്പൊ കൊബാൾട്ട് 3+ ആകുമ്പോ we have what configuration? It is കൊബാൾട്ട് ആദ്യം എഴുതാം. കൊബാൾട്ട് D7s2. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൊബാൾട്ട് 3+ എഴുതാം. D6 അല്ലേടെ? പെയറിങ് നടക്കത്തില്ലേ? നോക്കണേ, പെയറിങ് നടക്കുന്നത് എങ്ങനെയാന്ന്. വി ക്യാൻ സി ദാറ്റ് വി ഹാവ് ഒക്ടാഡൽ കോംപ്ലക്സ് ആണ്. ഒക്ടാഡൽ കോംപ്ലക്സ് ആണെങ്കിൽ നമുക്ക് D2 അവൈലബിൾ ആക്കണം. അപ്പോ ഇങ്ങനെ D6 ഉണ്ട്. And now what will happen there? Definitely this will pair up, this also will pair up. Okay, so your answer is ഇവിടെ നമുക്ക് diamagnetism കിട്ടും. Whatever cricket expert you said, your answer is correct. Let's go ahead with the next question. നമ്മൾ ഈ കേസിലേക്ക് വരുന്നു. ഇത് ഡയറക്റ്റ് NCERT-ൽ തന്നിരിക്കുന്ന 4 കോംപ്ലക്സുകളിൽ 2 പേരാണ്. ആ 4 കോംപ്ലക്സ് നിങ്ങൾ VB തിയറി പഠിച്ചു തുടങ്ങുമ്പോൾ NCERT-ൽ വളരെ വ്യക്തമായി അവർ തന്നിരിക്കുന്ന 4 എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നോ 3 എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് we have a nickel tetracarbonyl. This is first example. Similarly, what is next? We have a Ni. What is that? CN4. And after all, what is coming there? 2-. അല്ലേ? നെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ എല്ലാവരും നോക്കുക. വാട്ട് ഈസ് നെക്സ്റ്റ്? NiCl4 2-. അപ്പൊ ഇതാണ് അടുത്ത എക്സാമ്പിൾ വന്നത്. അപ്പൊ ഇത് ഓരോ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ആൻസേഴ്സ് വളരെ വ്യക്തമായി അവരോട് തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ കേസിൽ നമുക്കുള്ളത് D0 കോൺഫിഗറേഷൻ ആണ്. D0 അല്ല, അയാള് നിക്കൽ 0 ആണ്. നിക്കൽ 0 എന്ന് പറയുമ്പോൾ നമുക്ക് D8s2. ഓക്കെ, അടുത്ത നിക്കൽ ടെട്രാസയനൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിക്കൽ 2+ ആണ്. ആൻഡ് സിമിലർലി നെക്സ്റ്റ് കേസ് ഓൾസോ ഇറ്റ് ഈസ് നിക്കൽ 2+. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഇയാള് D8 ആണ്. അതുപോലെ ഇവിടെ എന്താണ്? D8 ആണ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് യു ആർ സേയിങ് ആൻസർ 4. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ് ബിക്കോസ് ദിസ് ഡയറക്റ്റ് ഫ്രം NCERT. അപ്പൊ നമ്മൾ നിക്കൽ ടെട്രാ കാർബണൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ sp3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിക്കൽ ടെട്രാ ക്ലോറൈഡിൽ നിങ്ങൾ കാണുന്നത് നോ പെയറിംഗ് ആണ്. അപ്പൊ ഇവിടെ പെയറിംഗ് നടന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് sp3 അല്ലേ? ഇനി നമ്മൾ നടുക്കുള്ള ആളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് ലിഗൻഡ് ആണ്. സയനൈഡ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ് ലിഗൻഡ്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് what will happen over there? Pairing will happen. And if pairing happens, what we'll get? നമുക്ക് എന്താ കിട്ടുക? പെയറിംഗ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇത് എന്ത് ചെയ്യുന്നു? പെയറപ്പ് ചെയ്യും. അതിന്റെ ഫലമായി നമുക്ക് DsP2 കിട്ടും. DsP2 എന്താണ്? സ്ക്വയർ പ്ലാനാർ അല്ലേ? അപ്പോൾ DsP2 സ്ക്വയർ പ്ലാനാർ.
അല്ലേ? അപ്പൊ നിക്കൽ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്നത് sp3 tetrahedral geometry, while nickel tetracyanate is dsp2 square planar geometry. Okay, all of you. അങ്ങനെയാണെങ്കിൽ ഒരാളെയും കൂടെ ഞാൻ അവിടെ ചേർക്കുകയാണ്, because it is given in NCERT. Nickel tetracarbonyl, what is that? It's sp3, and again you can see that it's tetrahedral. Okay, all of you. Yeah, your answer is absolutely correct. Let's go with next option. നോക്കണേ, ഇതിനകത്ത് ഇതിലവർ തന്നിരിക്കുന്നത്, റിയലി ദിസ് ഈസ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. നോക്കൂ എല്ലാവരും, PtCl2 NH3 twice. ഫാത്തിമ ഷിഫ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ PtCl2 NH3 twice. അപ്പൊ ഇതിൽ നമ്മൾ ഈ കേസിലേക്ക് നമ്മൾ പോവുകയാണ്. നോക്കണേ എല്ലാവരും, PT പ്ലാറ്റിനം ആണ്. ആദ്യം നമ്മൾ അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുകയാണ്. സോ whenever you find out oxidation state, പ്ലാറ്റിനം ആണ്, Cl2 ആണ്, പിന്നെ ആരാണ്ട് NH3 twice ആണ്. അപ്പോൾ മക്കൾ എല്ലാവരും നോക്കണേ, ഇവിടെ നമുക്ക് കിട്ടുന്നത് പ്ലാറ്റിനം എത്ര വരും? ഇവിടെ +2 വരും. സോ പ്ലാറ്റിനം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ +2 കോൺഫിഗറേഷൻ. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഈ +2 എന്ന് പറയുമ്പോൾ പ്ലാറ്റിനത്തിന്റെ ബ്രദർ ആരാ? നിക്കൽ ആണല്ലോ. നിക്കൽ +2 എന്ന് പറയുമ്പോൾ അതൊരു D8 കോൺഫിഗറേഷൻ ആണ്. D8 കോൺഫിഗറേഷൻ. ഓക്കെ, നൗ ലിസൺ. നമ്മൾ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് പ്രകാരം നമുക്ക് രണ്ട് തരത്തിലുള്ള സ്പ്ലിറ്റിംഗ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ടെട്രാഹൈഡ്രൽ, ഒന്ന് ഒക്ടാഹൈഡ്രൽ, ആൻഡ് വി ഹാവ് വൺ മോർ, ബട്ട് ദാറ്റ് സ്പ്ലിറ്റിംഗ് വി ഹാവ് നോട്ട് സ്റ്റഡീഡ്. ഇറ്റ്സ് കോൾഡ് സ്ക്വയർ പ്ലാനാർ. നോക്കൂ, ഞാൻ മൂന്നും വരയ്ക്കുകയാണ്. ആദ്യം ഞാൻ വരയ്ക്കുന്നത് ഒക്ടാഹൈഡ്രൽ. നോക്കൂ, ഒക്ടാഹൈഡ്രൽ അവരുടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദേ വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2. ഓക്കെ, d orbital will split into ആരായിട്ട്? മുകളിൽ നമുക്ക് 2 ഓർബിറ്റൽ. യു ഹാവ് 2 ഓർബിറ്റൽ ഹിയർ ആൻഡ് 2 പേര്. യെസ്. സോ ലിസൺ, അടുത്തത് ഇവിടെയും നമുക്ക് എന്താണ്? 3. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് എവിടെയാണ്? ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് ആണ്. സോ യു ഗെറ്റ് T2G ആൻഡ് ദിസ് ഈസ് EG. ദിസ് ഇസ് വാട്ട് ദ സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹൈഡ്രൽ. ടെട്രാഹൈഡ്രൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കുക, d ഓർബിറ്റൽ 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു, ബട്ട് ദിസ് ടൈം സ്പ്ലിറ്റിംഗ് വിൽ ബി റിവേഴ്സ്ഡ്. ഹിയർ വിൽ ബി ഹാവിംഗ് 3 ആൻഡ് ഹിയർ യു ഹാവ് 2. മക്കളെ, ഇയാളുടെ പേര് അന്നേരം E എന്നും ഇയാളുടെ പേര് എന്താണ്? T2 എന്നാണ്. വേറസ് വാട്ട് അബൌട്ട് ടെട്രാഹൈഡ്രൽ? നോക്കൂ, ടെട്രാഹൈഡ്രലിൽ വരുമ്പോഴുള്ള മാറ്റം എന്താണെന്ന് ശ്രമിക്കാം. സ്ക്വയർ പ്ലാനർ വരുമ്പോഴുള്ള മാറ്റം ശ്രമിക്കാം. നോക്കൂ, സ്ക്വയർ പ്ലാനർ നിങ്ങളുടെ ഈ ഒക്ടാഹൈഡ്രലിന്റെ ഒരു എന്താണ് സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. നോക്കൂ, എങ്ങനെയാണ് സ്ക്വയർ പ്ലാനർ സ്പ്ലിറ്റിംഗ്? പ്ലീസ് മൈൻഡ് ഓൾ ഓഫ് യു. നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സ്ക്വയർ പ്ലാനറിന്റെ കേസിലേക്ക് വരുന്നു. നോക്കൂ, സ്ക്വയർ പ്ലാനർ സ്പ്ലിറ്റിംഗ് നോക്കണേ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന്. നോക്കൂ, താഴെയുള്ള 3 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കൂ എങ്ങനെ ഇവിടുത്തെ സ്പ്ലിറ്റിംഗ്. ലിസൺ, അവര് 2 പേരായി മാറി. അതിൽ d(z²) കുറച്ചൊന്നും മുകളിലേക്ക് പോയി. സോ ദിസ് ഈസ് d(z²). അതുപോലെ മുകളിൽ 2 പേരുണ്ടായി. അതിലൊരാൾ എന്ത് ചെയ്തു? താഴേക്ക് വന്നു. സോ ഒരാൾ ഇവിടെയായി. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ആയിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യും. എവിടെ? സ്ക്വയർ പ്ലാനർ. അതിന്റെ ഫലമായി മക്കളെ നമ്മുടെ ഇലക്ട്രോൺ ഇത് D8 ആണ്. നോക്കണേ, ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 1 2 3 4. 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ആരാ? ഇവിടെ 2. സിമിലർലി ഹിയർ ഓൾസോ വി ഹാവ് 2. 8ഉം എന്ത് ചെയ്തു? ഫില്ലായി. 8ഉം പേഡായി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഈ ഏതാ ഒക്ടാഹൈഡ്രലിലോ ടെട്രാഹൈഡ്രലിലോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എല്ലാം പെയറിങ് നടക്കൂല. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഇതാണ് ഇവിടുത്തെ സ്പ്ലിറ്റിംഗ്. ദിസ് ഈസ് സ്ക്വയർ പ്ലാനർ സ്പ്ലിറ്റിംഗ്. അപ്പൊ അവിടെ നമുക്ക് എന്തില്ല? റിസൾട്ടന്റ് ആയിട്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. So this compound is square planar and it is diamagnetic in behavior. Okay, all of you. So definitely you can see that your answer is ഏത് ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ 4 comes as the answer for this. നോക്കൂ, എൻ്റെ സ്പ്ലിറ്റിംഗ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ആ സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്ന് ഞാൻ ഇവിടെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. Now listen, let's go with this particular one. Which of the following complex ion is more likely to be colorless? Colorless ആണ്. നിങ്ങൾക്കറിയാം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് കളർ കാണിക്കാനുള്ളത് 3 കാരണങ്ങളാണ്. ഒന്നാമത്തെ റീസൺ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് പോളറൈസേഷൻ.
നോക്കൂ, നമ്മൾ ഡി ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് കളേർഡ് ആകാനുള്ള കാരണങ്ങൾ 3 ആണ് അല്ലേ. ഒന്നാമത്തെ റീസൺ എന്താണ്? ഇറ്റ്സ് കോൾഡ് പോളറൈസേഷൻ. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് സിൽവർ ബ്രോമൈഡ്, സിമിലർലി സിൽവർ അയഡൈഡ്, ദിസ് കംസ് ഇൻ ദിസ് കാറ്റഗറി. അവർ കളേർഡ് ആയുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പോളറൈസേഷൻ. ആൻഡ് നൗ വെൻ വി ടോക്ക് അബൌട്ട് നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര. What is that called? Charge transfer spectrum. അപ്പോൾ നമ്മൾ അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും മക്കൾ എല്ലാവരും നോക്കുക. വി ഹാവ് എ K2Cr2O7, K2Cr2O7 ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് KMnO4. ഇത് രണ്ടും എന്തോന്നാണ്? കളേർഡ് ആണ്. പക്ഷെ അവർ രണ്ടുപേരും നിങ്ങൾക്കറിയാം D0 കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ D0 ആണെങ്കിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല? കളർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. But in these cases, we have color, and what is the reason behind that? It is because of charge transfer spectra. ഇത് മാത്രമല്ല, ഇതല്ലാതെ നമ്മൾ ഒരു കേസ് പഠിച്ചിട്ടുണ്ട്. You know that case? It's called brown ring. ബ്രൗൺ റിംഗില് ആ ഡീപ്പ് ബ്രൗൺ കളർ വരാനുള്ള കാരണം അതും എന്ത് തന്നെയാണ്? ചാർജ് ട്രാൻസ്ഫർ ആണ്. പക്ഷേ KMnO4ലും പൊട്ടാസ്യം ഡൈക്രോമൈനുള്ള ചാർജ് ട്രാൻസ്ഫർ അല്ല ആരുടെ കേസ് സംഭവിച്ചിരിക്കുന്നത്? ബ്രൗൺ റിംഗ് കേസ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ നൗ വാട്ട് വി ഹാവ്, ഇതിൽ കളർലെസ് ആണ്. നമ്മൾ ഓരോരുത്തരുടെയും കോൺഫിഗറേഷൻ നോക്കുകയാണ്. കൊബാൾട്ട് 2+, കൊബാൾട്ട് 2+, കൊബാൾട്ട് 2+, ആസ് വി സ്റ്റഡീഡ് ഇറ്റ് ഈസ് D7 ആണ്. D7 അല്ലേ? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി ദോസ് കോമ്പൗണ്ട്സ് ആർ കളേർഡ്. നെക്സ്റ്റ് അടുത്തത് യു ക്യാൻ സീ ദാറ്റ് Mn3+. മക്കളെല്ലാവരും നോക്കൂ, Mn3+ is an example for D4 complex. D4 കോംപ്ലക്സ് ഡെഫിനറ്റ്ലി എന്ത് തന്നെയാണ്? അയാള് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ പാരാമാഗ്നറ്റിക് ആണ്. എന്നാൽ whenever we are coming to the next case, Cr3+, you know Cr3+, don't forget at any cost this is an important one in D block. It's D3. D3 ആണല്ലോ, 3 അല്ലേ? never pairing, definitely it is paramagnetic ആണ്, colored ആണ്. And when we talk about the last one is Ag+. Ag+ is brother of copper plus, you know it is D0 അല്ല D10 അല്ലേ? D10 ആണെങ്കിൽ you tell me, അവിടെ ഒരിക്കലും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നില്ല? കളറ് പ്രതീക്ഷിക്കുന്നില്ല. ഇയാള് കളർലെസ് അല്ലേ? more likely to be colorless. So your answer is D10 എന്തില്ല? കളറില്ല. ഓക്കെ, all of you. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു അവസരത്തിൽ ബാക്കിയുള്ള സ്റ്റോറീസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, all of you. So we have a very good number of days still. Now one more message I am giving you. If you study only chemistry, definitely ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങളുടെ സ്കോറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, so all the best. See you later. Bye.